റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാന കൂടി വയനാട് വനാതിർത്തിയിലുണ്ടെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ. വയനാട് സൗത്ത് ഡിവിഷന് കീഴിലെ പാതിരിയിലാണ് ആനയുള്ളത്. കർണാടക വനവകുപ്പിൽ നിന്നും വിവരം തേടുന്നുണ്ടെന്നും CCF പറഞ്ഞു. തണ്ണീർക്കൊമ്പൻ കേരള വനമേഖലയിലെത്തിയ വിവരം കർണാടക വനവകുപ്പ് കൈമാറിയത് ഏറെ വൈകിയാണെന്നും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആരോപിച്ചു. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പും ശേഷവും ഔദ്യോഗിക ആവശ്യത്തിനായി എടുത്ത ഫോട്ടോ ലീക്കായത് എങ്ങനെയെന്നറിയില്ലെന്നും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ പറഞ്ഞു. നമുക്ക് റേഡിയോ കോളറിൻ്റെ ഡീറ്റെയിൽസ് ഇത് എവിടെ നിന്ന് വന്ന ആനയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് കർണാടകയിലെ ഹാസൻ ഭാഗത്തുനിന്ന് പിടിച്ച ആനയാണെന്നുള്ളത് മനസ്സിലാക്കി. അന്ന് രാവിലെ 8:50 കൂടിയിട്ടാണ് ഞാൻ ഹാസൻ CCFനെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ID-യും പാസ്വേഡും ലഭ്യമാവുന്നത്. അപ്പോൾ ഈ ആനയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നോ ഇത് നമ്മൾ മുന്നേ സ്റ്റാഫുകൾ ഇതിനെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല, ആർക്കും ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസായിട്ട് വന്നൊരു എലിഫൻ്റാണ് അന്ന്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, കർണാടകയിൽ നിന്ന് ഒരു ആന കൂടി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് എത്രമാത്രം ആശങ്കയുണ്ടാക്കുന്നു? കൂടാതെ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? വേണു, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നോർത്തേൺ CCF KS ദീപ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തണ്ണീർക്കൊമ്പന് പുറമെ റേഡിയോ കോളർ ഘടിപ്പിച്ച, കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആനയുടെ സാന്നിധ്യം കൂടി വയനാടൻ വനമേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. അതൊരു മോഴ ആനയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. അത് മുത്തങ്ങയിലാണ് ആദ്യം ഈ ആനയെ കണ്ടത്. പിന്നീട് അത് നടന്നു നീങ്ങി ഇപ്പോൾ വയനാട് സൗത്ത് ഡിവിഷന് കീഴിലുള്ള പാതിരി വനമേഖലയിൽ ഈ ആനയുണ്ട്. ഈ ആനയെ കൃത്യമായി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ റേഡിയോ കോളർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ പാതിരി മേഖലയിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റൊന്ന്, ഈ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട് കർണാടക വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നോർത്തേൺ CCFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് കൃത്യമായ രീതിയിൽ ഈ റേഡിയോ കോളർ വിശദാംശങ്ങളോ ഈ ആന വയനാടിൻ്റെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന വിവരങ്ങളോ ഒന്നും തന്നെ കർണാടക കൈമാറിയിരുന്നില്ല എന്നുള്ളതാണ്. ഹാസനിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി CCFുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഇവർ ഈ വിവരങ്ങൾ നൽകിയത്. കൃത്യസമയം 8:54 ഇതുമായി ബന്ധപ്പെട്ട വിവരം. അതായത് അതിനിടയിൽ തന്നെ ആന മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയിരുന്നു, ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ആനയെ കൃത്യമായ രീതിയിൽ തന്നെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം 50ഓളം സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതാണ്. ഈ ആനയുടെ എൻട്രി ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനെ തുരത്താൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് മയക്കുവെടി വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. ജനവാസ മേഖലയിലായിരുന്നു ആനയുടെ സാന്നിധ്യമുണ്ടായത്. ഈ സാഹചര്യത്തിൽ അത് ഉചിതമായ സമയത്ത് തന്നെയാണ് വെടി ഉതിർത്തത്. അതിന് അർഹതയുള്ള ആളുകൾ, അതായത് അതിൻ്റെ അക്കാദമിക് തലത്തിൽ പോലും അതിൽ പരിശീലനം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് ഈ മയക്കുവെടി വെക്കാൻ വേണ്ടിയുള്ള വെച്ചതും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് അവർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇതിനെ പിടികൂടിയപ്പോൾ ആ ഘട്ടത്തിൽ അതിനെ തുറന്നു വിടാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പഴുപ്പ്, ഒരു മാസത്തോളം പഴക്കമുള്ള പഴുപ്പ് കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായി അത് പരിക്കേറ്റ ആന തന്നെയായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി വ്യക്തമാവുന്ന വിധത്തിലായിരുന്നു നോർത്തേൺ CCFന്റെ പ്രതികരണം. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.